എപ്പോഴും വരമ്പിൻ്റെ പരിപാടിയിൽ അതിൻ്റെ ഒരുക്കങ്ങളിലാണ് കൂടുതലും അതിൻ്റെ ശ്രദ്ധിക്കാറ്. കാരണം നമ്മൾ സെറ്റ് ചെയ്യണ തീമിൻ്റെ ഇമോഷൻസ് ഈ വന്നു ചേരുന്ന ആൾക്കാർക്ക് കൺവേ ചെയ്യാനുള്ള രീതിയിൽ, അതിനെ സഹായിക്കുന്ന രീതിയിൽ എന്ത് ഒരു ആർട്ട് രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കാറ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാറ്. ആദ്യം ഹരീഷ് ചേട്ടനെ കേൾക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് പല പാട്ടുകളുടെയും വരികൾ ഇത്രയും ടച്ചിങ് ആണെന്നുള്ളത് അദ്ദേഹം പാടുമ്പോഴാണ് കുറച്ചും കൂടി ഫീൽ തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് ഹരീഷ് ചേട്ടനോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. അന്നത്തെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കണം, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയിട്ട് എന്നൊക്കെ ഉള്ളായിരുന്നു. വരമ്പിൽ ആദ്യത്തെ പരിപാടി പങ്കെടുക്കുമ്പോൾ തന്നെ ഇത്തരമൊരു പാട്ടെടുത്തത്തിലാണ് ഞാൻ വരുന്നത്. പാട്ടെടുത്തത്തിൽ ഞാൻ പേരൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ വിഷ്ണുവിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്കെന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആവശ്യം ചോദിക്കാം. വിഷ്ണു പറഞ്ഞാൽ നമുക്ക് ഒന്ന് ആലോചിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ, അതിനെന്താ. ഞാനൊരു പരിപാടിക്കിടെ പാട്ടെടുത്തത്തിന് ഞാൻ വരച്ചോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ തുടങ്ങിയ പരിപാടിയാണ്, അല്ലെങ്കിൽ ആ ബന്ധമാണ് വരമ്പിൽ. നമ്മൾ എന്താണ് അടുത്ത് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ മാത്രമേ ഉള്ളൂ. അത് ആ സമയത്ത് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം. കാരണം കഴിഞ്ഞ 11 പ്രോഗ്രാമുകളും അല്ലെങ്കിൽ 10 പ്രോഗ്രാമുകളും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു വര മാത്രമായിരുന്നു ആദ്യം. ആ വരയിൽ നിന്ന് ഞങ്ങൾ 3 ആൾ ഒരുമിച്ച് വരച്ചത് ഒരു വട്ടമായിട്ട് മാറുമ്പോഴാണ് അതിനൊരു പിക്ചർ വരുന്നത്. അപ്പോഴും പിക്ചർ പൂർണ്ണമായിട്ടും വരുന്നില്ല, അത് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകും. അത് തന്നെയാണ് സത്യം. ഹരീഷ് ചേട്ടൻ്റെ ഒരു പരിപാടി വേണം എന്നുള്ളത് ഞങ്ങൾക്ക് അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങിയത് 2018-ലാണ്. ഞങ്ങളൊക്കെ നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് അത്യാവശ്യം ഞങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആകുമ്പോൾ കൊണ്ടുവരുന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾ 3 പേർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ വന്നതാണ് എല്ലാം. വരമ്പ് വന്നു. അതിൽ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇന്ന് റിയാലിറ്റി ആവുകയാണ്. അതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ്. വേറെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഹരീഷ് ചേട്ടൻ്റെ ഒരു ലൈവ് കേൾക്കാൻ പോകുന്നത്. ഇത്രയും കാലമായിട്ട് ഞാൻ ഒരുപക്ഷെ നിയോഗമായിരിക്കാം ഇവിടെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ നടത്തുന്നൊരു പരിപാടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈവ് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു നിയോഗമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ ഈ പൂമുഖത്ത് ഇരിക്കുന്ന ആ നിമിഷം ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. സൗഗന്ധികങ്ങളെ നിറയൂ വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമ വീഥിയിൽ സൗഗന്ധികങ്ങളെ നിറയൂ വീണ്ടുമേ ലോലമാം സന്ധ്യയിൽ പാർവണം പെയ്യുമേ ഏകാന്തയാമവീഥിയിൽ. ഇതിൻ്റെ സൂത്രധാരന്മാർ എന്നോട് പറഞ്ഞത് ഒരു കോൺസെപ്റ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ പോകണ്ട, എനിക്കൊരു ഫ്രണ്ട്ലി കമ്മ്യൂണിയൻ, ഫ്രണ്ട്ലി ഗ്യാതറിങ്ങിൻ്റെ അടുത്ത് എൻ്റെ എല്ലാ വൾണറബിലിറ്റീസ് പുറത്തു വരുന്ന രീതിക്കാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്.
ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സാനുവിൽ വിലോകമേഘമാ ഹിമബിന്ദു ചൂടും സൗമോഹനങ്ങൾ പോലെ വരവല്ലകി തേടും എൻ്റെ കൂടെ പാടിക്കോട്ടോ വളരെ രസം. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. എല്ലാവരും അസലായിട്ട് പാടുന്നുണ്ട്, അപ്പോൾ പാടിക്കോ. എന്തുകൊണ്ട് പാട്ടിരുത്തങ്ങൾ വ്യത്യസ്തമാവുന്നു, വരമ്പിൻ്റെ വ്യത്യസ്തമാവുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അവർ തന്നെ പറയാനുള്ളത് ഇതിൽ വരുന്ന ഈ ബാക്കിങ്ങിൽ വരുന്ന കുറേ കാര്യങ്ങൾ, ആർട്ട് ഫോം ആണെങ്കിലും അരുണേട്ടൻ ചെയ്യുന്ന വരയാണെങ്കിലും എല്ലാമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. കാരണം 4 പാട്ടിരുത്തങ്ങൾ, ഇതിപ്പോൾ 4ാമത്തെ പാട്ടിരുത്താണ്, 4 പാട്ടിരുത്തവും വ്യത്യസ്തമായിരുന്നു. 4 പാട്ടിരുത്തത്തിന് സ്റ്റേജ് വ്യത്യസ്തമായിരുന്നു, ഒന്നും റിപ്പീറ്റ് ആയിരുന്നില്ല. അപ്പോൾ അതിന് ഇവരെയൊക്കെ എല്ലാവർക്കും ഒരു വലിയൊരു കയ്യടി അല്ലെങ്കിൽ വലിയൊരു റോൾ ഇവർക്കുണ്ട്. വരുന്നവർക്ക് ഒരു പക്ഷേ അവർക്കും തീർച്ചയായിട്ടും ഒരു വലിയ അനുഭവം തന്നെയാണ്. കാരണം സ്റ്റേജ് എല്ലാം വ്യത്യസ്തമാണ്, ആർട്ടിസ്റ്റിനൊപ്പം തന്നെ അതിൻ്റെ സ്റ്റൈലും എല്ലാം വ്യത്യസ്തമാണ്. മേഘം തിരந்து കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒളിந்து കൊള്ള വാവാ, മാർബിൽ ഒളിந்து കൊണ്ടാൽ മാറാമ്പ് വരും, കൂന്തലിൽ ഒളിந்து കൊള്ള വരവാ. ആ മ്യൂസിക് നമ്മളുണ്ടാവുന്ന വേവ്സിനെ അല്ലെങ്കിൽ നമ്മളുണ്ടാവുന്ന അനുഭവത്തെ എങ്ങനെയാണ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത് എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് ഇത്തരം ചിത്രകലാ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മറക്കാതെ என்றாலும் മറക്കാതെ മരിക്കാതെ എൻ ദേഹം 5-6 നൂറ്റാണ്ട് വാഴുവോം എൻ വാഴ്വേവ. മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா. എന്തൊക്കെയൊക്കെ എനിക്ക് കിട്ടി എൻ്റെ ലൈഫിൽ. ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയതൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളെയൊക്കെ പോലെ, ഈ ഒരു വേദി പോലെ, ഈ ഒരു ഓഡിയൻസിനെ പോലെ, ഈ ഒരു കോ-മ്യൂസീഷ്യൻസിനെ പോലെ. ആ ഒരു യാഥാർത്ഥ്യം എനിക്കിനി അത് എന്താ പറയുക, പേഴ്സണലായിട്ടും വരമ്പിൻ്റെയും ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അതിനപ്പുറമാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്വയം തന്നെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു അനുഗ്രഹം കൂടി ഹരീഷിനുണ്ടായിട്ടുണ്ട്. കർണാടക സംഗീതവും ലളിത സംഗീതവും ഒരുപോലെ ഒരേ തലത്തിൽ കൊണ്ടു നടന്ന് എനിക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ഡിമോൺസ്ട്രേഷൻ നടത്തിയ ആളാണ് ഈ ഹരീഷ്. എന്തായാലും ഇത്രയും നിറഞ്ഞ സദസ്സിൻ്റെ മുന്നിൽ ഒരു നിലാവുള്ളൊരു സന്ധ്യയിൽ
രംഗപുര വിഹാര പാടുമ്പോൾ അല്ലെങ്കിൽ അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിലും ഞങ്ങളുടെ വരമ്പിൻ്റെ പെർസ്പെക്റ്റീവിലും. എന്നതിൽ തർക്കമില്ല, സത്യമാണ്. മരകതത്തിൽ കുലജലനീതി സോമവര പങ്കജമുഖ പട്ട ഭീരാമ പതപോ ഗജജിത കാമാര കുരാമ വാമ ഗഗന സീരവന വേഷ ശേഷാച ശയന ഭക്ത കപോല വിശേഷ മുനി സംകಟ ഹരണ ഗോവിന്ദ വെങ്കടരമണ മുകുന്ദ സംകಟ ഹരണ ഗോവിന്ദ വെങ്കടരമണ മുകുന്ദ സംഘർഷണ മൂലകണ്ഠ ശങ്കര ഗുരു ഗുഹാനന്ദരം ഗഗ ജയ കോദണ്ഡ രാമവദ കുബീര ശ്രീ ലോക പൂരവിഹാ ഞങ്ങളൊരു സിനിമ എടുക്കുകയാണ് ഓരോ പരിപാടി എന്നുള്ളതാണ്. അതായത് ചിലർക്കൊക്കെ അത് വലിയ തമാശയായിട്ട് തോന്നും. കാരണം ഒരു വരമ്പ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഓരോരുത്തരാണെങ്കിലും ആ പരിപാടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് അത് അവസാനിച്ച് കഴിയുന്ന ഒരു മൊമെൻറ്റിൽ ഞങ്ങൾക്ക് തോന്നും ഈ പരിപാടി ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടന്നിട്ടുണ്ട്. ുദിക്കണ മുടിനോരം ഒരു ചൊടി മുഴക്കണതാരാണ്? ഓ വിളക്കിന്റെ നാളം പോലെ തൂവൽ വീശും മാതേറും വരവാവ് ഓ യാടി Thank you. That's all I have strength for today. Thank you so much.